ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂമീൻ വെച്ചിട്ട് മീൻ കറിയാണ്. അത് തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും കപ്പ വേവിച്ചതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതായിട്ട് 1/4 കിലോ മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് പൂമീനാണ്. അപ്പോൾ ഇത് വലിയ മീനായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ മീനിൻ്റെ വാലും തലയും ഇടയും മാത്രം എടുത്തിട്ട് ആണ് കറി വെക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 5 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത്, 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 5 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത്. മീൻകറിക്ക് ആവശ്യമുള്ള കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഈ മീൻകറി തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3/4 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം 1/4 ടീസ്പൂൺ ഉലുവ, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇത് എണ്ണയിൽ ഒന്ന് വഴറ്റണം. അപ്പോൾ ഇതിന് നമുക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റാട്ടോ കൂടുതൽ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പച്ചമുളക് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടിയൊക്കെ നമ്മൾ വളരെ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. ഇതൊന്ന് എണ്ണയിലൊന്ന് ഒരുപാടൊന്നും ബ്രൗൺ നിറമൊന്നും ആകണ്ട, എല്ലാം ഒന്ന് വാടിയാൽ മാത്രം മതി. ഇതാ ഇതുപോലെ കേട്ടോ. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കാം. പുളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് തിളയ്ക്കട്ടെ. തേങ്ങയുടെ അരപ്പൊക്കെ ഒന്ന് വേകും. അപ്പോൾ തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി ചെറിയ തീ കിടന്നിട്ട് ഒന്ന് 2 മിനിറ്റ് തിളച്ചാൽ മതി. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം മീൻ വെച്ച് കൊടുക്കാം. ഇത് നമ്മളൊരു വലിയ മീൻ മേടിച്ചതിന് ശേഷം അതിൻ്റെ തലയും വാലും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ കറിയാക്കുവാണേ. മീൻ ഇട്ടതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അത് വലിയ മീനായതുകൊണ്ട് കേട്ടോ ഞാനിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രേവി അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ മീൻ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവും കേട്ടോ. മീൻ വേകാനൊന്നും അധികം സമയമില്ല, പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കും. വീണ്ടും ഇത് അടച്ചു വെക്കാം. തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരുപാട് നേരമൊന്നും മീനൊന്നും ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മീൻ ഒരു 5 മിനിറ്റൊക്കെ മതി ഇതുപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് കേട്ടോ. അല്ല ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ചട്ടിയിലല്ലേ ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ആ ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് അത് ഇങ്ങനെ അതിൻ്റെ അകത്ത് തന്നെ കിടന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ചോളും. ഇതൊന്ന് വീണ്ടും അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. മീനിലേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. 1-1.5 ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് മീൻകറിയിലേക്ക് താളിച്ചിടുമോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി കേട്ടോ. 1/2 ടീസ്പൂൺ കടുക്, 1 വറ്റൽമുളക്, 1 ചെറിയുള്ളി,
കുറച്ച് കറിവേപ്പില. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ മീൻ കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് മീൻ കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ തേങ്ങ അരച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോഴത്തേക്ക് ഈ മീൻ കറി, ഈ ഗ്രേവി നല്ല തിക്കായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വലിയ മീനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ വലിയ മീനൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.